ആരായിരുന്നു യഥാർത്ഥത്തിലുള്ള മായാസീത? വനവാസത്തിലായിരുന്ന ശ്രീരാമദേവന്റെ ആശ്രമത്തിൽ ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ എത്തിപ്പെട്ടു. അത് വേഷപ്രച്ഛന്നനായ അഗ്നിദേവനായിരുന്നു. അദ്ദേഹം ശ്രീരാമദേവനെ അവതാര ലക്ഷ്യം ഓർമ്മപ്പെടുത്തി. ഒപ്പം സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകാൻ രാവണൻ ഉടനെത്തുമെന്നും ഓർമ്മപ്പെടുത്തി. അതിനാൽ സീതാദേവിയെ തന്നെ ഏൽപ്പിച്ച് പകരം മായാസീതയെ പ്രതിരൂപമാക്കി രാവണവധത്തിന് കാരണമാക്കാം എന്ന് അഗ്നിദേവൻ നിർദ്ദേശിച്ചു. ഭഗവാൻ അതിന് സമ്മതിച്ചു. ലക്ഷ്മണനിൽ നിന്ന് പോലും ശ്രീരാമദേവൻ ആ രഹസ്യം സൂക്ഷിച്ചു. രാവണവധത്തിനു ശേഷം ഭഗവാൻ സീതാദേവിയെ വീണ്ടെടുത്തു. പൊതുജന അഭിപ്രായം മാനിച്ച് ദേവിയുടെ പാതിവ്രത്യം തെളിയിക്കാൻ അഗ്നിപരീക്ഷയ്ക്ക് വിധേയയാകാൻ അദ്ദേഹം ദേവിയോട് ആവശ്യപ്പെട്ടു. അഗ്നിപരീക്ഷാവേളയിൽ അഗ്നി യഥാർത്ഥ സീതാദേവിയെ പരിക്കേൽപ്പിക്കാതെ തിരികെ നൽകി. മായാസീതയെ തിരികെ കൊണ്ടുപോയി. ശേഷം ശ്രീരാമദേവന്റെയും അഗ്നിയുടെയും നിർദ്ദേശപ്രകാരം മായാസീത പുഷ്കരതീർത്ഥത്തിൽ തപസ്സിരിക്കാൻ ആരംഭിച്ചു. യുഗങ്ങൾ നീണ്ട തപസ്സിനാൽ മായാസീത തന്റെ പൂർവ്വരൂപമായ സ്വർഗലക്ഷ്മിയായി മാറി. ദേവി ഭാഗവതം 9-ാം സ്കന്ധമനുസരിച്ച് കൃതയുഗത്തിൽ കുശധ്വജന്റെ മകളായ വേദവതിയായും ത്രേതായുഗത്തിൽ മായാസീതയായും ദ്വാപരയുഗത്തിൽ ദ്രൗപദിയായും പുനർജനിച്ചത് ഇതേ സ്വർഗലക്ഷ്മി തന്നെ. അതിനാൽ അവൾ ത്രിഹായണി എന്ന പേരിലും അറിയപ്പെട്ടു.